അത് ശരിയാവില്ലല്ലോ. എൻ്റെ ചെറുക്കൻ പറഞ്ഞ ഞാൻ സഹിക്കില്ല. ഞാൻ പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ നിർത്തത്തില്ല. ഹലോ ഹലോ, തനിക്ക് കേൾക്കാമോ ഞാൻ പറഞ്ഞേ? എനിക്ക് കേൾക്കാടി. താൻ എന്റെ ചെറുക്കൻ എന്തുകൊണ്ട് പറഞ്ഞത്? ഞാൻ പലതും പറയൂടി. നീ പറയുവോ? എടാ നീ പോടാ, നീ പോടാ, നീ പോടി. നീ പോടി. ഞാൻ പറഞ്ഞാൽ ഞാൻ എവിടെ നിർത്തുന്നു എനിക്ക് പോലും അറിയാൻ പറ്റത്തില്ല. നീ ഒന്ന് പറഞ്ഞാൽ ഞാൻ കേക്കട്ടെ. എടാ പട്ടാപ്പിൽ പാത്രത്തിൽ പൊട്ടിയ കുട്ടാൻ നമ്മളെ കെട്ടിപ്പിടിച്ച കുട്ടി പൊട്ടിക്കളി പട്ടത്തിൽ തട്ടിക്കളിച്ച് നാട്ടി പാട്ടാണ് പട്ടി ആട്ടമുട്ട കല്ലെടുത്ത് പട്ടി എടുത്ത പട്ടിക്ക് നോവും. ടിപ്പപ്പ് കിടക്കുന്ന മട്ടാഞ്ചിലെ കുട്ടപ്പത്തേട്ടന്റെ 8ാമത്തെ വലിയ മുട്ട മടിയെടുത്ത് നട്ടലിട്ട് തട്ടി മുട്ട കൊണ്ടാ പട്ട വീട്ടിൽ വന്ന ചട്ടിയും ചട്ടവും മുട്ട ഉരുട്ടിട്ട് പൊട്ടി ഇഷ്ടം കെട്ട് വിട്ടിട്ട് വലിയ മുട്ട പെട്ടെന്നുള്ള പട്ടി അന്തിക്ക് ചിന്തിച്ചിരിക്കുന്ന ഹോന്ത നന്ദം വന്ന മന്ദാനം മുന്തിരി കള്ളം കുടിച്ച് അന്തിക്ക് ചന്തയിൽ വന്ന ചന്ദ്രയുടെ ചന്തിക്ക് പിടിച്ചതും അന്തമ്മ ചന്താളിച്ച് പൊന്തിയിലേക്ക് വാങ്ങിയ പന്ത് പോലുള്ള കാന്തയിൽ പറഞ്ഞത് പല മോന്തരായ നിന്നെ മോന്തക്ക് വെച്ചാൽ ഞാൻ മറന്നിട്ടില്ല പട്ടി. ഒരു ഗ്ലാസ് മോര് തരാമോ? എങ്ങനെ? ഒരു ഗ്ലാസ് മോര് തരാമോ? വെച്ചിട്ട് പോടാ. വയറ് നിറഞ്ഞാ മോര് കുടിക്കണം. അതാ വെച്ചിട്ട് പോ അല്ലെങ്കിൽ ഞാൻ ഇനി അടുത്ത് തുടങ്ങണേ. വെച്ചിട്ട് പോ. ഈശ്വര, 10 ദിവസത്തെ ഉത്സവമാണ് എൻ്റെ അച്ഛൻ്റെ തറവാട്ടിലെ അമ്പലത്തില്. 4ാമത്തെ ദിവസവും ഉത്സവം കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. അറിയാമോ തനിക്ക്? 4ാമത്തെ ദിവസം കൊണ്ട് അന്നദാനം തീർന്നു കാണും. അല്ലെങ്കിൽ ഇങ്ങ് വരുവോ? അന്നദാനം തീർന്നുകൊണ്ടല്ല, പിന്നെ വെഞ്ചാമരം വീശാങ്ക് ആനയുടെ പുറത്ത് കയറിയ ആള് അവിടുന്ന് തലയടിച്ച് താഴെ വീണു. അവിടെ നിന്ന് എഴുന്നേക്കാമോ? ഇങ്ങനെ കടന്നു. ഇവിടെ പാത്രം കഴുകണം, മുറ്റമടിക്കണം, അലക്കണം, അരിയും അതും ഇതുമൊക്കെ വെക്കണം. ഞാൻ ഒറ്റയാളേ ഉള്ളൂ. എനിക്ക് എന്നെ ഒന്ന് സഹായിച്ചൂടെ നിനക്ക്? അതെ, ഞാൻ പെണ്ണല്ല, ആണാ. ഇന്നത്തേക്ക് മാത്രം എന്നെ ഒന്ന് സഹായിച്ചൂടെ? ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇങ്ങനെ കിടന്ന് ഉറങ്ങിയിട്ട് കാര്യമുണ്ടോ? രാവിലെ വൈകിട്ടും നന്നായിട്ട് വിയർക്കണം. ഞാൻ വേർക്കാൻ വേണ്ടിയുള്ള പരിപാടി ചെയ്യുന്നുണ്ടല്ലോ. എന്ത് പരിപാടി നീ ചെയ്യുന്നേ? ഞാൻ രാവിലെ വൈകുന്നേരം ആവി പിടിക്കുന്നുണ്ട്, അന്നേരം നന്നായിട്ട് വേർക്കുന്നുണ്ട്. നിന്റെ അച്ഛനും അമ്മയും നിന്നെ ഇവിടെ കൊണ്ട് ഏൽപ്പിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? നിന്നെ ഒരു SI ആക്കണം. നീ ഒരു SI ആയിട്ട് ഞാൻ മരിക്കുമ്പോ ആചാര വെടിവെച്ച് എന്നെ അടക്കം ചെയ്യണം. അതാണ് എന്റെ ആഗ്രഹം, അറിയോ? എന്റെ ആന്റി, എനിക്ക് SI ഒന്നും ആവണ്ട. എനിക്ക് ആവുന്നെങ്കിൽ ഒരു സിനിമ നടനായാൽ മതി. സിനിമാ നടൻ? നിന്റെ ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ പോലും എന്റെ ആഗ്രഹം മുരടിപ്പിച്ച് കളഞ്ഞത്. ഞാനൊരു പാട്ടുകാരി ആകാൻ ആഗ്രഹിച്ചറിയാവോ? എന്നിട്ട് എനിക്കാണെങ്കിൽ സിനിമയിലെ എല്ലാ സിനിമ നടന്മാരുടെ പേരും അറിയാം. ആന്റിക്ക് ഒരു പാട്ടുകാരന്റെ പേരറിയാവോ? 9 പാട്ടുകാരുടെ പേര് പറയാം. എന്നാ 9 എണ്ണം പറഞ്ഞാനൊന്ന് കേൾക്കട്ടെ. മുഹമ്മദ് റാഫി, ജിക്കി, മിൻമിനി, ഗായത്രി, പീലി, ലാൻഡോ, മാർക്കോ, സെന്റി, ശ്രീമാൻ, ഹേംരാജ്, അഫ്സർ, ഉണ്ണിമൻ, ഉദയഭാനു, ജാനകി, ചിത്ര, ജോത്സനം, വിജയ്, യേശുദാസ്, ടിനി ടോം. അല്ല, റിമി ടോമി. മറന്നുപോയി. ഞാൻ പറഞ്ഞു കേക്ക്. ഇന്നൊരു ട്രെയിനർ ഇവിടെ വരും. SI സെലക്ഷൻ വേണ്ടേ? വേണം. ഇങ്ങനെയൊക്കെ കടന്ന് കാണിക്കുമ്പോ ഒരു പെണ്ണായിട്ട് എനിക്ക് തോന്നുവാണ്. വേണ്ടെന്ന് പറഞ്ഞല്ല, ഇന്നൊരു റിക്രൂട്ട്മെന്റ് ചെയ്യാൻ വേണ്ടി നിന്നെ എല്ലാ ട്രെയിനർ വരും. അപ്പൊ നന്നായിട്ട് പഠിച്ച് അയാൾ പറയുന്നതൊക്കെ കേട്ടാൽ എന്റെ മോൻ SI ആകും. എന്താ മുഖത്തൊരു ചിരി? ഒന്നുമല്ല, എല്ലാരും പറയാ സിനിമാറിനാണെങ്കിൽ ഫ്ലെക്സിബിലിറ്റി വേണം, അതുകൊണ്ട് ഇങ്ങനെ ആയതാ. അതുകൊണ്ടൊന്നും അല്ല, ഇന്ന് മനസ്സിൽ നല്ല സന്തോഷമാണെന്ന് എനിക്കറിയാം. ഒരുപാട് കടന്നങ്ങ് ഉറങ്ങി. ഈ ട്രെയിനർ എവിടെന്നാ വരുന്നത്? ട്രെയിനർ കായംകുളത്തുനിന്ന്. ട്രെയിനർ വരുന്നതിന് മുമ്പേ ഞാൻ പെട്ടെന്ന് അങ്ങ് മുങ്ങാം. ടോണി, ഞാൻ ആ ചെരുപ്പ് മേടിച്ചിട്ടില്ലെന്ന് പറഞ്ഞതിന്റെ പുറത്ത് ഈ സ്റ്റാൻഡിലെ വരത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെങ്കിൽ അങ്ങനെ ഇനി അങ്ങനെ ഞാൻ സ്റ്റാൻഡൊക്കെ ഞാൻ കൊണ്ടുവന്നേ കേട്ടോ. ടോണി, ടോണി, don't repeat that. Okay. ടോണി,